കാതോട് കാതോറും ഒരു അടിപൊളി പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അഖിലയും ഗൗതവും അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ഗൗതം ഇങ്ങനെ അഖിലയോട് മാപ്പ് പറയുകയും അപ്പോൾ അഖില ഇങ്ങനെ ക്ഷമിച്ചതായിട്ട് കൈ പിടിക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നുണ്ട്, ടൈറ്റിൽ വിന്നർ നമ്മ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ മീനുവിൻ്റെ അടുത്ത് ഭയങ്കര ഇതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീനുവിന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നതാണ് കേട്ടോ. എന്ത് രസമായിരിക്കും വിന്നറാകുമ്പോൾ എന്നൊക്കെ വിചാരിച്ച് മീനും ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി ഇങ്ങനെ അർജുൻ്റെ അടുത്ത് പോകണം, എനിക്ക് അർജുൻ്റെ അടുത്ത് പോയി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തച്ഛൻ്റെ അടുത്ത് ഭയങ്കര അഭിനയം കേട്ടോ. മുത്തച്ഛനും കൂടി അച്ഛനും കൂടെ വാ, എനിക്ക് അവനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമാണ്. മുത്തച്ഛനപ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം, നമ്മുടെ അഖിലയും ഗൗതവും തമ്മിലുള്ള ആ ഒരു പിണക്കം തീർന്നത് തന്നെയാട്ടോ. നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കടി, ഇനി ഞാനൊന്നും ചെയ്യത്തില്ല, നീ ഇനിയും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലാതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗൗതം ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ അഖില ക്ഷമിച്ചതായിട്ട് നമ്മുടെ ഗൗതമിൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവിടെ തന്നെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു പ്രണയം അത് നമ്മുടെ പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി തിരിച്ച് വീട്ടിൽ 3-4 ട്രിപ്പൊക്കെ കഴിഞ്ഞ് മത്സരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ പ്രഭാവതി എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ഒരുക്കി വെച്ചിരിക്കുക, അതൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.